1247 നമ്പർ ആർച്ചൽ SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. രാവിലെ 5 മണിക്ക് ഗുരുപൂജ, തുടർന്ന് ഗുരുദേവ കീർത്തനം, പതാക ഉയർത്തൽ, ഗുരുദേവ ഭാഗവത പാരായണവും ചതയവിളക്കും നടത്തി. തുടർന്ന് വൈകിട്ട് 3:30 ആരംഭിച്ച ഘോഷയാത്ര ആർച്ചൽ ഗുരുമന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് മണലിപ്പച്ച സർവമത ഗുരുമന്ദിരം, ആർച്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ, മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വഴി ആർച്ചൽ ഗുരുമന്ദിരത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ നിർവഹിച്ചു. ജയന്തി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഈ ശാഖാ ഭാരവാഹികളുടെ ശ്രീനാരായണ ഗുരുദേവനോടുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ സമർപ്പണത്തെക്കുറിച്ചും ശ്രീനാരായണ സന്ദേശങ്ങൾ സമുദായ അംഗങ്ങളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പുനലൂർ SNDP യൂണിയൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിസ്സീമമായ സഹായ സഹകരണവും നൽകി ആ പ്രവർത്തനത്തിനെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലുമൊക്കെ ഈ ശാഖയിലെ കമ്മിറ്റി അംഗങ്ങളും ശാഖാ കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായി അഞ്ചലിൽ വെച്ച് നടത്തിയ സംയുക്ത ജനദിന ഘോഷയാത്രയിൽ അഞ്ചൽ പട്ടണം ഇന്നേവരെ ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് വലിയൊരു സമ്മേളനമായിട്ട് നമുക്ക് നടത്തുവാൻ കഴിഞ്ഞത് ആർച്ചൽ ശാഖ ഉൾപ്പെടെയുള്ള ശാഖയിലുള്ള ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ ഗുരുദേവ ഭക്തർ സംഘടിച്ച് എത്തിച്ചേർന്നത് കൊണ്ടാണ് ആ സമ്മേളനമൊക്കെ വിജയിക്കുവാൻ കഴിഞ്ഞത്. പൊതുസമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് B രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 2023-24 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ 90% മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ബാച്ചിലർ ഡിഗ്രി, PG തുടങ്ങിയ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയും ആദരിക്കലും ക്യാഷ് അവാർഡ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. ശാഖാ സെക്രട്ടറി K സുഗതൻ സ്വാഗതം പറഞ്ഞു. പുനലൂർ യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ പ്രതിഭകൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നടത്തി. വാർഡ് മെമ്പർ T അജയൻ ചികിത്സാ ധനസഹായ വിതരണം നടത്തി. ജൂലൈ മാസം 30-ാം തീയതി അർദ്ധരാത്രിയിൽ വയനാട് ജില്ലയിൽ ചൂരൽ മലയടക്കമുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അധിവസിക്കുന്ന ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തവും അതിനോടനുബന്ധിച്ച് നിരവധി മനുഷ്യ സഹോദരങ്ങൾ ജീവൻ നഷ്ടപ്പെടുകയും അനവധി ആളുകളുടെ ഒരു പുരുഷായുസ് മുഴുവനുള്ള എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് ഒരു നാടാകെ ഇല്ലാതാവുക അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തി. ആഗസ്റ്റ് മാസം 1-ാം തീയതി ഞെട്ടലോടെയാണ് ഈ ദാരുണമായ വാർത്ത ലോകം കേൾക്കുന്നത്. കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും ഓണാഘോഷ പരിപാടികളടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ സംഘടനകളും വളരെ ചെറിയ നിലയിലുള്ള ആഘോഷ പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മഹാഗുരുവിൻ്റെ ജയന്തി ദിനാഘോഷവും വളരെ ലളിതമായ നിലയിൽ നടത്തുന്നതിനാണ് സൗകര്യമാകുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. യൂണിയൻ സെക്രട്ടറി R ഹരിദാസ്, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ ബൈജു എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. അടുക്കളമൂല ശശിധരൻ, M ഹരിദാസൻ, ശോഭന, സോമരാജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. യൂണിയൻ പ്രതിനിധി K രവികുമാർ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ G കരവാളൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ്
കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.